എന്തെങ്കിലും ഓണാവും. പിന്നെന്ന് വെച്ചാൽ ഞാനിപ്പോ സ്പീഡിലൊക്കെ പോയിട്ട് പിടിച്ചാലും വലിയ സീനൊന്നും വരുന്നില്ല. ട്രാവലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ BS6 ഹിമാലയന്റെ യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ്. റിവ്യൂ പറയാൻ വേണ്ടി എന്റെ കൂടെ റോബിനാണ്. റോബിന്റെ വണ്ടി ഒരു BS6 ഹിമാലയൻ ആണ്. ഞാനിപ്പോ ഏകദേശം എടുത്തിട്ട് ഒരു 6-7 മാസമായി. 6-7 മാസം അല്ലേ? അപ്പൊ വെച്ചാല് ഇപ്പൊ ഇതിന് പറയാൻ വേണ്ടിട്ട് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, നമുക്ക് വണ്ടി മൊത്തത്തിലൊന്ന് കാണാം. BS6 ഹിമാലയൻ വണ്ടി എല്ലാവർക്കും അറിയാം. ഓഫ് റോഡിന് പറ്റിയ ഏറ്റവും നല്ലൊരു വണ്ടി റോയൽ എൻഫീൽഡ് ഹിമാലയൻ ആണ്. നമുക്ക് വണ്ടി ഒന്ന് മൊത്തത്തിൽ കാണാം. ഓക്കെ, റോബിന്റെ 6 മന്ത് എക്സ്പീരിയൻസ് ആയിട്ട് നോക്കുമ്പോൾ ഹിമാലയനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സംഭവം എന്ന് വെച്ചാല് 6 മാസം എടുത്തിട്ടായാലും വണ്ടി പൊളിയാണ്, അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. റോഡിലായാലും ഓഫ് റോഡ് ആയാലും നമ്മുടെ സാധാ റോഡായാലും സംഭവം കിങ് തന്നെ. വണ്ടി വേറെ ലെവലാണ്. അതായത് പുതിയതായിട്ട് ഇപ്പം റോയൽ എൻഫീൽഡ് ഏത് വണ്ടി എടുക്കണം പറയുമ്പോൾ ആൾക്കാരോട് പറയാൻ തരില്ല ഏതെടുക്കാൻ? എനിക്ക് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ജാതകം പോലെയാണ്. കിട്ടുന്നവന് നല്ല വണ്ടി, നല്ല കണ്ടീഷനാണ്. മോശമൊന്നുമില്ല. പഴയ അപേക്ഷിച്ച് BS6 അപേക്ഷിച്ച് നോക്കുമ്പോൾ പുതിയ ഗൂഗിൾ അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ മറ്റേ ഗൂഗിൾ അസിസ്റ്റൻസിന്റെ മീറ്ററാണ് BS6 വന്നതാണ്. നേവിഗേഷൻ നമുക്ക് കാര്യങ്ങളൊക്കെ ഏറോയില് കാണിക്കും. ബാക്കി സെറ്റിംഗ്സ് എല്ലാം BS4 ഡിജിറ്റൽ മീറ്ററിന്റെ കുറച്ച് കളർ മാറ്റിയിട്ടുണ്ട്. പണ്ടത്തെ ഒരു വൈറ്റ്, ഒരു യെല്ലോ പോലെ തന്നെ ഒരു കളർ. ഇപ്പൊ അത് വൈറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ 6,700 ഓടിയത് വണ്ടി. 6,775 ഇപ്പൊ ഓടി വണ്ടി. എത്ര മാസത്തിനുള്ളിൽ? ഏകദേശം ഇപ്പൊ 7 മാസം കൊണ്ട് 6,700 ഓടി. അപ്പൊ ഈ മൈലേജിനെ കുറിച്ച് എന്താ പറയാല്ലേ? മൈലേജ് എന്റെ വണ്ടി ഇപ്പൊ എടുത്തിട്ട് ഇപ്പൊ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. സെക്കൻഡ് സർവീസ് കഴിഞ്ഞത്ര അപ്പൊ എനിക്കിപ്പോ മൈലേജ് ഇപ്പൊ ഏകദേശം ഒരു 24-23 എല്ലാം കിട്ടുന്നു. അത് നമ്മളെ ഹൈവേയില് ഏകദേശം നല്ലൊരു ഓടുമ്പോ ഏകദേശം ഒരു 25 ഒക്കെ കണക്ക് കിട്ടും. വിത്ത് പില്ലിയൻ ആണെങ്കിലോ? എങ്ങനാ പില്ലിയൻ കൂടിയാണ് എടുക്കുന്നെങ്കിൽ? അതിപ്പോ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല. പക്ഷെ ഓഫ് റോഡിലൊക്കെ കയറുമ്പോൾ കുറച്ച് ഒരു 22 മൈലേജ് ഷോർട്ട് വരും. അല്ലാണ്ട് സാധാ ഹൈവേയിലാണെങ്കിൽ 25-26 കിട്ടുന്നത്. അത് ആയിട്ടില്ല, പൂർണ്ണമായില്ല. ഇതിന്റെ മൈലേജ് ശരിക്കും പറഞ്ഞെങ്കിൽ തേർഡ് സർവീസും കൂടി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എത്ര കിട്ടുന്നില്ല. BS6 ഹിമാലയന്റെ സീറ്റ് കംഫർട്ടിനെ കുറിച്ച് എന്താ പറയുക? റൈഡ് സീറ്റും പില്ലിയൻ സീറ്റും പറയുമ്പോൾ സീറ്റ് വെച്ചാല് റൈഡിംഗ് സീറ്റ് ആകുമ്പോൾ പൊസിഷൻ നല്ല അടിപൊളിയാണ്. സീറ്റ് നല്ല ഭയങ്കര സോഫ്റ്റ് ആണ്. വേറെ ഗട്ടർ വീണാലൊന്നും നമുക്കത് ശരിക്കും എഫക്ട് ചെയ്യുന്നില്ല. പെയിനും കാര്യങ്ങളും ഇല്ല. റൈഡർ സീറ്റ് അടിപൊളിയാണ്. അതേപോലെ പില്ലറിൽ എന്ന് വെച്ചാൽ ശേഷം ഇവിടെ ഇപ്പൊ ഒരു മാക്സിമം ഒരു തടിച്ച ഒരു ആൾക്കാർ ഇരുന്നാലും വലിയ സീനൊന്നുമില്ല. പില്ലിനും പ്രശ്നമില്ല. ഒരു കുഴപ്പം. റൈഡർ സീറ്റും പില്ലിയൻ സീറ്റും റോയൽ എൻഫീൽഡ് ഹിമാലയൻ അടിപൊളിയാണ്. കാരണം വെച്ചാൽ പിന്നെ വേറൊരു പിന്നെന്ന് വെച്ചാൽ കുറെ നേരം നമ്മൾ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് മുട്ടുകാനായിട്ട് ചെറിയൊരു സീൻ വരുന്നുണ്ട്. അത് ബാക്കിൽ ഇരിക്കുമ്പോ അത് ഹൈറ്റ് കൂടിയുണ്ട്. അത് പ്രശ്നം സാധാരണ നോർമൽ വരുന്നല്ലേ? അതെ, അതില്ല. പക്ഷെ അത് കുറെ നേരം ലോങ് ആയിട്ട് പോകുമ്പോ ചെറിയൊരു വേറെ. ഇത് നിർത്താണ്ടെന്ന് ഏകദേശം എത്ര ലോങ് പോയിട്ടുണ്ട്? ഏകദേശം എത്ര കിലോമീറ്റർ? ഞാനിപ്പോ ഏകദേശം നിർത്താനിപ്പോ എറണാകുളം നിർത്താണ്ട് പോയിട്ടുണ്ട്. എറണാകുളത്തേക്ക് ഓടിയിട്ടുണ്ട്. അങ്ങനത്തെ കംഫർട്ടിനെ കുറിച്ച് പറയുന്നത് അത്രയും ദൂരം ഓടിയതിന്റെ സിംഗിളായിട്ട് ഓടിയതാണ്. സിംഗിളായിട്ട് വലിയ ഷോൾഡർ പെയിനോ ഹാൻഡിൽ പെയിനോ ഒന്നുമില്ല. അപ്പൊ പുതിയ എടുക്കാൻ പറയുന്നവരോട് പില്ലിയൻ സീറ്റും കാരണം വെച്ചാൽ നമുക്ക് ഗട്ടർ ഒന്നും ഒരു വിഷയമല്ല. ഒന്ന് എണീച്ച് നിന്നിട്ട് ഓടിക്കാനും നമ്മളെ ഓഫ് റോഡ് കിങ് എന്ന് പറയാം. കിങ് തന്നെ. ഹാൻഡിലിന്റെ സൈഡിലേക്ക് വരുമ്പോൾ എന്താ പറയില്ല? സാധാരണ പൊതുവെ റോയൽ എൻഫീൽഡ് വണ്ടികൾക്ക് വൈബ്രേഷൻ ഉണ്ട് പറഞ്ഞിട്ട് ഇവര് കളിയാക്കലുണ്ട്. ഹാൻഡിലിന്റെ ഹിമാലയൻ അപേക്ഷിച്ച് അതൊന്നും ഒരു വിഷയമല്ല. ഹാൻഡിൽ വൈബ്രേഷനോ കാര്യങ്ങളോ അങ്ങനത്തൊന്നുമില്ല. എത്ര സ്പീഡിലാ ഒന്നും ഇല്ല പറയുന്നത് വൈബ്രേഷൻ? ഏകദേശം ഒരു 100 എത്ര നമുക്ക് മാക്സിമം പോകുന്ന അതിന്റെ അനുസരിച്ചുണ്ടാവും. പക്ഷെ ഞാനിപ്പോ എടുക്കുന്നുണ്ട് 100 മേലെ ചവിട്ടാൻ പോകുന്ന വെച്ചാല് വൈബ്രേഷൻ പറയാം. ഒരു തേർഡ് വരെ എത്തുന്ന ഒരു ബുദ്ധിമുട്ടില്ല. ഈ ഒരു വിൻഷീൽഡ് ചെറിയൊരു വൈബ്രേഷൻ, ചെറിയൊരു വൈബ്രേഷൻ. അതേ ഒരു ഫാൾട്ടായിട്ട് വന്നിട്ട് ഫ്രണ്ട് ഭാഗത്ത്
വേറെ പ്രശ്നമില്ല. ഹാൻഡിൽ വൈബ്രേഷൻ ഇല്ല, വേറെ വൈബ്രേഷൻ കാര്യങ്ങൾ. പിന്നെ ബോഡി വൈബ്രേഷൻ കാര്യങ്ങൾ ഒന്നുമില്ല, സീറോ ആണ്. ഹാൻഡിലും വൈബ്രേഷൻ ഇല്ല. അപ്പൊ വൈബ്രേഷൻ സീറോ ആണെന്ന് പറയാം. കാരണം നമുക്ക് കഴിക്കാൻ ഒരു ബലം പിടിക്കേണ്ട ആവശ്യമൊന്നും ഒന്നുമില്ല. ഓക്കെ. നമ്മുടെ ക്ലാസിക്കിനൊന്നും വൈബ്രേഷൻ ക്ലാസിക് എന്ന് വെച്ചാല് വൈബ്രേഷൻ കിങ് ആണ്. ഇപ്പത്തെ വണ്ടി മാറ്റണം തോന്നുന്നു. BS6 വൈബ്രേഷൻ ഒന്നുമില്ല. 4 ഓടിച്ചിട്ടുണ്ട്, 4 ഓടിച്ച് നോക്കിയിട്ടുണ്ട് ഹിമാലയൻ. അതില് വൈബ്രേഷൻ എങ്ങനെയാ? അതേ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസം തോന്നുന്നില്ല. അപ്പൊ വൈബ്രേഷൻ ഇല്ലാന്ന് പറയുന്നത്. ബ്രോന്റെ യൂസർ എക്സ്പീരിയൻസിൽ വൈബ്രേഷൻ ഇല്ല. എനിക്ക് കംഫർട്ടാണ്. സസ്പെൻഷനെ കുറിച്ച് പറയാൻ ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും. സസ്പെൻഷൻ ഇപ്പൊ നമ്മളിപ്പോ ഓഫ് റോഡിലാണ് മാക്സിമം കേട്ടുന്നത്. അപ്പൊ ഓഫ് റോഡിലൊന്നും ഒരു വലിയ സീനൊന്നും ഇല്ല, നമുക്ക് എടുത്തിട്ട് പൊക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന. ഓഫ് റോഡിന് സസ്പെൻഷൻ ഇതിന്റെ അടിപൊളിയാണ്. കാരണം വെച്ചാല് നമുക്ക് ആ സീറ്റിലേക്ക് നടുവില് ബാധിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഒരു പെയിനും കാര്യങ്ങളും ഇല്ല. സസ്പെൻഷൻ 100% അടിപൊളിയാണ്. കാരണം കുറച്ചും കൂടി ഓഫ് റോഡിലും കയറുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ബാലൻസിങ് എണീച്ചിട്ട് നിന്നിട്ട് നമ്മൾ രണ്ടും അടിപൊളിയാണ്. അതെ, ഏറ്റവും കൂടുതൽ നല്ല ഏതാ പറയാനുള്ളത്? നല്ലതെന്ന് വെച്ചാല് രണ്ട് പൊളിയാണ്. അതിൽ നല്ല പൊളിയാണ്. കാരണം വെച്ചാൽ സസ്പെൻഷൻ്റെ അകത്തൊന്നും എനിക്കൊരു ഫാൾട്ടായിട്ടേ തോന്നിയിട്ടില്ല. എല്ലാ കുണ്ടും എല്ലാം വാരി വലിച്ച് കയറുന്നുണ്ട്. പിന്നെ ക്ലിയറൻസും കൂടി ഉള്ളതുകൊണ്ട് അടിപൊളിയുണ്ട്. ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലോണം എടുത്തിട്ട് പോകാൻ പറ്റും. കല്ല് നട്ടുന്നില്ല, പേടി അങ്ങനത്തെ ഒന്നും വേണ്ട. സസ്പെൻഷൻ അടിപൊളിയാണ്. ഓക്കെ. റൈഡും പൊസിഷൻ കാര്യങ്ങളായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഒരു ഹൈറ്റ് വെച്ച് നോക്കുമ്പോ ഞാനൊരു 168 വരുന്നുണ്ട്. 168 അപ്പൊ വെച്ചാൽ എന്റെ ഒരു റൈഡിംഗ് പൊസിഷൻ ഞാൻ ഒന്ന് കാണിച്ചു. അതായത് വലിയ ഹൈറ്റും അല്ല, എന്നാലും ഈ ഒരു പൊസിഷൻ എനക്കൊരു ഇങ്ങനെ വെക്കേണ്ട ഒരു പൊസിഷൻ കിട്ടും. അതായത് നമ്മുടെ സ്ട്രൈറ്റ് ഷോൾഡറിന് സ്ട്രൈറ്റ് ആയിട്ട് വരും. സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഈ ലെവലിന് ഓടിക്കാൻ വേണ്ടി ഈ ലെവലിൽ തന്നെ. കാരണം വെച്ചാൽ ഈ ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒന്ന് ചെരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടുണ്ട്. ഹൈറ്റ് നല്ല ഹൈറ്റ് പറഞ്ഞവരാണെങ്കിൽ എന്നാൽ നമുക്ക് ഹൈറ്റ് വെയിറ്റിന്റെ ഒരു പ്രശ്നമില്ല. ഓക്കെ. പിന്നെ ഹൈറ്റ് കൂടിയാക്കാന്ന് ഏറ്റവും കൂടുതൽ, അതായത് നമുക്ക് ആദ്യം വെച്ചാൽ എന്റെ ഇത്രേ വരുന്നുള്ളൂ. ഇത്ര കൂടിയാക്കി എടുത്താലും വലിയൊരു പ്രശ്നം വരില്ല. ഓക്കെ. അപ്പം ബ്രോന്റെ ഈ അഭിപ്രായത്തിൽ റൈഡിംഗ് പൊസിഷൻ അടിപൊളിയാണ്. പെയിനും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ബാക്ക് പെയിൻ, ഷോൾഡർ പെയിനും ഇല്ല. അപ്പൊ ഈ റൈഡിംഗ് പൊസിഷനിലാണ് ബ്രോന്റെ ഇത്. അപ്പൊ അടിപൊളിയാണ്. ഓക്കെ. ABS കുറിച്ച് എന്താ പറയാല്ലേ? ABS വെച്ച് പറയുമ്പോൾ നമുക്കിപ്പം വരുന്ന ABS ഡ്യുവൽ ചാനലാണ്. നമുക്ക് സ്വിച്ചബിൾ വരുന്നുണ്ട്, അതിൽ ഓഫ് ഓണും വരുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ചവിട്ടി കഴിഞ്ഞാൽ നമ്മളൊരു എന്തായാലും വണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് സഡനിൽ ഇടൂലല്ലോ, ആ ഗിയർ ഡൗൺ ചെയ്ത് ഇതാക്കിയിട്ട് എന്നാലും ABS ബാക്കിയാണ്. എനിക്ക് വലിയ ABS എനിക്ക് ഇപ്പൊ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ ABS അടിപൊളിയാണ്. ABS അടിപൊളിയാണ്. റൈഡർ സീറ്റ്, പില്ലിയൻ സീറ്റ് അടിപൊളിയാണ്. ഹാൻഡിൽ വൈബ്രേഷൻ ഇല്ല, വൈബ്രേഷൻ ഒന്നുമില്ല, സെറ്റാണ്. ഇതെല്ലാം ഒരു പോസിറ്റീവ് സാധനം എന്താ പറയുക, വണ്ടിക്ക് ഇല്ല ഒരു പോസിറ്റീവ് കാര്യം പറയുമ്പോ നമുക്ക് പറയാലോ, നമ്മളെ സ്വന്തം ഉപയോഗിക്കുന്ന വണ്ടിയല്ലേ. അപ്പം ഇത്ര നേരത്തെ റൈഡിംഗ് എക്സ്പീരിയൻസ് എനിക്കൊരു ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് എവിടെ എടുത്തിട്ട് പോകാൻ ധൈര്യത്തോടെ എടുത്തിട്ട് പോകാൻ പറ്റുന്ന. പിന്നെ ഇപ്പൊ സെൻസർ അല്ല വണ്ടി വരുന്നത്, സെൻസറാണ്. വാട്ടറിന്റെ ഇഷ്യൂ എന്തെങ്കിലും ഇല്ല, ഇതുവരെ ആയിട്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല. ഇപ്പൊ മഴയത്തിൽ ഞാൻ എടുത്തിട്ട് ഓടിയതാണ്. സാധാരണ BS4 ഹിമാലയിൽ പറഞ്ഞിട്ടുണ്ട് മീറ്ററിന്റെ സൈഡിൽ ഭയങ്കര വെള്ളം കയറിയ പ്രശ്നം. മീറ്ററിന്റെ വെച്ചാല് വെള്ളത്തിന്റെ അങ്ങനത്തെ സീനൊന്നുമില്ല, ലൈറ്റ് ആയിട്ട് ഒരു ചെറിയൊരു ആവി പിടിക്കുന്ന പോലെ ഒരു സംഭവം കിട്ടി. ആവി പിടിക്കുന്നുണ്ട് മഴയത്ത്. അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പോകുന്നുണ്ട്. അല്ലാണ്ട് മിസ്സിങ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒന്നും റെയിൻ ടൈമിൽ വണ്ടി യൂസ് ചെയ്ത പ്രശ്നമില്ല. അടിപൊളിയാണ്. സെൻസറും കാര്യം വെള്ളം തട്ടിയ ഒന്നുമില്ല. ഇതൊന്നും ഉണ്ടായില്ല. ഓക്കെ. ABS അടിപൊളിയാണ്. ABS അടിപൊളിയാണ്. വണ്ടിന്റെ ക്വാളിറ്റിനെ കുറിച്ച് എന്താ പറയാല്ലേ? ക്വാളിറ്റി ഇപ്പൊ റോയൽ എൻഫീൽഡ് എല്ലാം നല്ല ക്വാളിറ്റി സാധനം തന്നെ. ടാങ്ക് എല്ലാം പക്കാ ക്വാളിറ്റിയിലെ സാധനം അടിപൊളിയാണ്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെന്ന് വെച്ചാൽ ഒരു ലാഗ് എന്നെല്ലാം പറയാൻ വേണ്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ ഈ ഫുഡ് പാക്ക് അതെല്ലാം വരുന്ന വെച്ചാൽ പെയിന്റിങ്ങിന് പൊട്ടി പോകുന്നുണ്ട്, ചെറിയ ചെറിയ ഭാഗത്ത് പൊട്ടി പോകുന്നുണ്ട്. ഈ മെറ്റലിന്റെ മേലെ വരുന്ന പെയിന്റ്സ് ബ്ലാക്ക് കോട്ടിങ് പോകുന്നുണ്ട്. ഈ ഫുഡ് പാക്ക്, ബ്രേക്കിന്റെ ലിവറിന്റെ അങ്ങനത്തെ ചെറിയ ഭാഗത്തുനിന്നെല്ലാം പോകുന്നുണ്ട്. ഓക്കെ. അത് ചെറിയൊരു നെഗറ്റീവ് ആണ്. അങ്ങനെ നെഗറ്റീവ് തന്നെ പറയാം. ബ്രോന് മാത്രം പ്രശ്നമായിരിക്കും, അതാ മൊത്തം ഇല്ലായിരിക്കും? അതിനെ കുറിച്ച് അറിയില്ല. എന്റെ ഇപ്പൊ എന്തായാലും പൊളിഞ്ഞു പോകുന്നുണ്ട്. ഗണ്ണിട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് ഉരുമ്പലും കെട്ടിട്ട് ഈ പറഞ്ഞ പെയിന്റ് പോകുന്നുണ്ട്, ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നു അങ്ങനത്തെ തീരും. പിന്നെ വെച്ചാൽ ഇത്രയും ലക്ഷം കൊടുത്തിട്ട് ഒരു വണ്ടി വാങ്ങുന്ന വെച്ചാല് ഇതൊക്കെ ഒരു ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എടുത്ത് കാണിക്കണ്ടേ ഇപ്പൊ ചേസിലേക്ക് എല്ലാം വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് സ്മഡ്ജ് ചെയ്തിട്ടെങ്കിൽ വിടായിരുന്നു. ചേസിന്റെ ഭാഗം മറ്റേ വെൽഡ് ചെയ്തതിന്റെ എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. ഒരു ചെറിയ നൈറ്റിൽ പെടുത്താം. അതൊരു കാണാനൊരു ഇത് എന്തായാലും ഇത്രയും മുടക്കിട്ട് കാണിക്കുന്ന ഒരു വണ്ടിക്ക് അത് കാണുമ്പോ ഒരു ബോറ്, ഒരു മനസ്സിനൊരു സംതൃപ്തി ഇല്ല. അതന്നെ. ഓക്കെ. അപ്പൊ ഈ വണ്ടി ടോട്ടൽ പറയണോ എങ്ങനെയാ? ടോട്ടൽ എന്ന് വെച്ചാൽ വണ്ടി പൊളി വണ്ടിയാണ്. കാരണം വെച്ചാല് നമുക്ക് എല്ലാ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുന്നു. അടിപൊളി വണ്ടിയാണ്. സൗണ്ടിനെ കുറിച്ച് എന്താ പറയാ? വണ്ടിന്റെ സൗണ്ട് വെച്ചാൽ എനിക്ക് സൗണ്ട് പഴയ ഹിമാലയന്റെ ആണ് സൗണ്ട്. BS4 സൗണ്ട് അടിപൊളിയാണ്. കുറച്ചുകൂടി ഭയങ്കര കട്ടിയിലൊരു സൗണ്ടാണ്. ഇത് കുറച്ചുകൂടി ലൈറ്റ് ആയ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാൻ കഴിയാ.
ഇതിപ്പോ റൈസ് കൊടുക്കുമ്പോൾ ഇത്രയും സൗണ്ട്. ഇതിപ്പോ നോർമൽ സൗണ്ട് ഇല്ല. ഇതിനൊക്കെ കുറച്ച് കട്ടിങ് തോന്നുന്നു പഴയ ചെറിയ റൈസ് കൊടുക്കാം. ഈ സൗണ്ട് വരുന്നു അല്ലേ? ഈ സൗണ്ട് BS4 കുറച്ച് കുറവാണ്. ഈ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് റൈസ് കൊടുക്കുമ്പോ ഒന്ന് എല്ലായിടത്തും ഒരു വൈബ്രേഷൻ പോലെ വരും. വൈബ്രേഷൻ ഉണ്ട് റൈസ് കൊടുക്കുമ്പോൾ. സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇളക്കം പോലെയാണ് വണ്ടി. എന്താ പറയണ്ടേ, അതൊരു ഗെറ്റപ്പാണ്, സുഖാണ് വൈബ്രേഷൻ. സൗണ്ട് BS4 കുറച്ച് കുറവാണ്. BS4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയാലോ ഗുണം BS6 വരുമ്പോ? BS6 വരുമ്പോൾ വണ്ടി എനിക്ക് ഒന്നാമത് ലുക്കിൽ ടോട്ടൽ അവർക്ക് ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ലുക്ക് ഏതാ കൂടുതൽ തോന്നുന്നു ബ്രോക്ക്? ലുക്ക് എനിക്ക് BS6 ആണ് കുറച്ചുകൂടി. BS6 അടിപൊളി തോന്നുന്നു. ലുക്ക് കുറച്ച് തോന്നുന്നു, കാരണം ചില വിൻഷീൽഡിലും വേറെ തന്നെ ഒരു ചേഞ്ച് വരുത്തി ഈ മീറ്ററിൽ വരുന്നു. ഓക്കെ, BS6 അല്ല BS4 BS6 വരുമ്പോൾ മെയിനായിട്ട് എന്താ മാറ്റം വന്ന് പറയാനുള്ളത്? കളേഴ്സിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. കളേഴ്സിൽ ബോഡി പാർട്സിലും കാര്യങ്ങളിലും. ബോഡി പാർട്സിൽ നമുക്ക് ഈ ഒരു ലഗേജ് വെക്കുന്ന ഒരു സ്പേസ് ഈ സംഭവം ഇതിപ്പോ കസ്റ്റമായിട്ട് വന്നതാ? കമ്പനി തന്നെ വരുന്നത്. കമ്പനി ഇല്ല, മുന്നത്തെ തന്നെ ഇങ്ങനെയല്ല വരുന്നത്. മുന്നത്തെ ലഗേജ് പീസ് ആയിട്ടില്ല വരുന്നത്. അവർക്ക് രണ്ട് കമ്പി ഇങ്ങനെ സ്പോട്ട് ചെയ്ത പോലെ വരുന്നത്. ഇതിപ്പോ പുതിയ വരുന്നത് BS6 ഇങ്ങനെ വരുന്നത്. BS6 ഇപ്പൊ ഇങ്ങനെ ലഗേജ് ഡയറക്റ്റ് തന്നെ വെച്ച് കെട്ടാൻ പറ്റുന്ന ഒരു രീതി കൊടുത്തിട്ടുണ്ട്. ഏകദേശം മാക്സിമം ഹോൾഡിംഗ് 7 കിലോ വരെ ഇതിനകത്ത് നമുക്ക് വെച്ചിട്ട് പാക്ക് ചെയ്യാം. റൈഡിങ്ങിൽ പോകുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ആക്കാൻ പറ്റും. നമുക്ക് BS4 ഇങ്ങനത്തെ ഇതൊരു ഹിമാലയൻ കട്ടിങ് ആണ് വരുന്നത്. ഇതിലിപ്പോ സ്റ്റിക്കറിംഗ് ആയിട്ട് കമ്പനി തന്നെ വരുന്നതാണ്. അതൊരു മെറ്റൽ പീസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇവിടെ ഒരു ചെറിയൊരു പീസ് എക്സ്ട്രാ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇവിടെ പണ്ട് ഒരു ഹോൾസ് പോലെ വരും. ഇപ്പൊ അവിടെ ഒരു കവറിങ് വന്നിട്ടുണ്ട്. ഈ അഡ്വഞ്ചർ ഇല്ല. അതെ, ബാക്കിയെല്ലാം അതിന്റെ അകത്ത് ഇല്ല. പിന്നെ ഈ അഡ്വഞ്ചർ ഇതെല്ലാം ഞാൻ ചെയ്താണ്. സ്റ്റിക്കറിംഗ് കസ്റ്റം ചെയ്താണ്. ഇതെല്ലാം ഞാൻ ചെയ്താണ്. സ്റ്റിക്കറിംഗ് പിന്നെ പഴയ ഒരു ബാഡ്ജിങ് ഉണ്ട് ഹിമാലയന്റെ ബാക്കിൽ ഫ്രണ്ടിലായിട്ട്. ഇതെല്ലാം കസ്റ്റം ചെയ്തത് ഞാൻ ചെയ്താണ്. പഴയ ഒരു സ്റ്റൈലിൽ ലുക്കും കൂടി കിട്ടാൻ വേണ്ടിട്ട് ചെയ്യാം. പിന്നെ ഹെഡ്ലാമ്പ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഹാലജൻ മാറ്റിയിട്ട്. ഹാലജൻ മാറ്റാനുള്ള കാരണം എന്താ? അതൊരു ലുക്കിന് വേണ്ടി മാറ്റിയതാണ്. ലുക്കിന് വേണ്ടി. അപ്പം ഗുണത്തിനെ കുറിച്ച് ചോദിക്കുക നല്ലത് ഹാലജൻ നല്ലത്. വെളിച്ചം കൂടുതൽ അതിനാണ്. ഇത് ലുക്കിന് വേണ്ടി മാത്രം വൈറ്റ് വരുന്നു ലൈറ്റ്. അപ്പൊ വണ്ടിക്ക് ഒരു മാറ്റായിട്ട് കിട്ടാൻ വേണ്ടി അതൊരു ലുക്കിന് വേണ്ടി മാത്രം ചെയ്തത്. ലുക്കിന് വേണ്ടി മാത്രം നല്ലത് നമ്മുടെ ഹാലജൻ. കാരണം വെച്ചാൽ അതാ ഭയങ്കര വെളിച്ചം കിട്ടുന്നത്. ഇത് വെളിച്ചം കുറച്ച് കുറവാണ് രാത്രി. അത് മാത്രല്ല ഹാലജൻ ആകുമ്പോൾ മറ്റുള്ള കണ്ണിലേക്ക് അടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇല്ല, അങ്ങനത്തെ പ്രശ്നം രാത്രി കണ്ണിലടിക്കുന്നത്. ഇതിൽ വരുന്ന ഡ്രൈവറിനെ കണ്ണിലടിക്കും. ഓക്കെ, ഇതിലിപ്പോ നെഗറ്റീവ് പറയാൻ എന്തല്ലത്? ഇതിലിപ്പോ നെഗറ്റീവ് വേണ്ടിട്ട് പറയണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ബാക്കിലേക്ക് വരാം. ബാക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടയർ നോക്കിയാൽ 6700 കിലോമീറ്റർ ഞാൻ ഓടിയിട്ട്. ഇതിപ്പോ സ്റ്റോക്ക് ടയറാണ്. സ്റ്റോക്ക് ടയർ ഏകദേശം മൊട്ടയായി. ഏകദേശം തീർന്നു. ഒരു 2 വട്ടം ഞാൻ ഇപ്പൊ ട്യൂബ് മാറ്റി. പഞ്ചറായിട്ട് 2 വട്ടം ട്യൂബ് മാറ്റി. 400 സംതിങ് ആയിട്ട് ട്യൂബിന് മാത്രം. ടയർ ലൈഫ് തീരെ കിട്ടുന്നില്ല. ടയർ ലൈഫ് കിട്ടുന്നില്ല. ടയർ ലൈഫ് ഇപ്പൊ അവന് 6700 കിലോമീറ്റർ ഓടി. 6700 അതിനുള്ള ടയർ പോയി. ഇത് പൊതുവെ ഹിമാലയൻ പ്രശ്നമാണ്. ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ വെച്ചാൽ അവര് വെയിറ്റിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്ന് പറയുന്നവര്. ഫ്രണ്ട് വീൽ ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സ്റ്റോക്ക് തന്നെയാ? ഫ്രണ്ട് പ്രശ്നമില്ല. ഫ്രണ്ട് ഒന്നും ആയിട്ടില്ല. ബാക്ക് 6000 തന്നെ തീർന്നു. ഏകദേശം വണ്ടികളെല്ലാം ഈ 1 കിലോമീറ്റർ കിട്ടുന്നില്ല. ഫ്രണ്ട് കാണുമ്പോ പുതിയ ടയർ വളർത്തുന്നുണ്ട്. ബാക്കിലേക്ക് മൊത്തം പോയി അല്ലേ? ഇപ്പം നല്ലൊരു ടയർ ഞാനിപ്പോ അപ്പോളോന്റെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് C8 അല്ലേ? ഇത് C8. അപ്പൊ C8 വേണ്ട വെച്ച് അപ്പോളോ ഒന്ന് പരീക്ഷിച്ചൊക്കെ നടന്നു. ഓക്കെ, ഇതൊരു നെഗറ്റീവ് പറയാം. നെഗറ്റീവായിട്ട് വേണം പറയാം. വേറെ വെച്ചാല് നെഗറ്റീവായിട്ട് വെച്ചാല് ഫ്രണ്ടിലേക്ക് വരുമ്പോ ഭയങ്കരമായിട്ട് ചളി വാരി പോത്താണ് നമ്മളെ. അത് പില്ലിനും ബാധിക്കും, റൈഡറിനും ബാധിക്കും. വെള്ളം നമുക്ക് ഷൂ തൊട്ടിട്ട് വരെ വെള്ളം കയറുന്നുണ്ട് റെയിൻ ടൈമില്. റോഡിൽ മേലെ വെള്ളം ഉണ്ടായാൽ മതി. മഴ തന്നെ വേണമെന്നില്ല. ചളി കൂടെ പോയി കഴിഞ്ഞാലും ആ ഒരു ചളി ഇങ്ങനെ എടുത്തിട്ട് മേളിലേക്ക് കൊണ്ടുപോകും. അതൊരു നെഗറ്റീവ് ആയിട്ട് പറയാം മെയിൻ ആയിട്ട്. അത് നമുക്കിപ്പോ വെച്ചാൽ എന്താ ചെയ്യുന്ന വെച്ചാൽ നമുക്കിപ്പോ ഒരു ഓഫീസിലും മുന്നിൽ ഒരു ഫംഗ്ഷൻ വന്ന് ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല. കാരണം വെച്ചാല് ചെളി അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം മൊത്തം ചളിയാവും. ഓക്കെ, അപ്പൊ അതൊരു നെഗറ്റീവ് എന്ന് പറയാല്ലേ? പറയാം. 2.5 ലക്ഷം എത്ര വണ്ടി റേറ്റ് വരുന്നു? 268 വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നം നമുക്ക് നെഗറ്റീവ് ആയിട്ട് പറയാം. കളറിന് ഒരു 2000 രൂപ കൂടുതലാണ്. കളറിന് 2000 രൂപ കൂടുതൽ. 2000 രൂപ വ്യത്യാസം. ഓക്കെ, അപ്പം ചെളി തെറിക്കുന്നത് പിന്നെ വെച്ചാല് ഹീറ്റിംഗ് ഇഷ്യൂ. ഹീറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഒരു ചെപ്പലിട്ടിട്ട് ടൗണിലൊന്നും കളിക്കാൻ പറ്റൂല. ഷൂ ഒന്ന് ഇടണം. ഷൂ ഇടണം. അത് ചെരുപ്പിട്ട് പോയാൽ നമുക്ക് ഹീറ്റ് അടിക്കും. നല്ല ഹീറ്റ് ഉണ്ട്. ഓക്കെ, പൊതുവെ ഇല്ലെന്ന് സർവീസിന് കാര്യങ്ങളെന്നാ. ഇപ്പം ബ്രോ സെക്കൻഡ് സർവീസ് ആയി പറഞ്ഞിട്ടുണ്ടായി. സെക്കൻഡ് സർവീസ് കഴിഞ്ഞു. അത് ഫോർത്ത് സർവീസ് ചെയ്യുമ്പോൾ ഹീറ്റും പ്രശ്നം പരിഹരിക്കോ? ഹീറ്റിംഗ് പൊതുവെ ഈ വണ്ടിക്ക് ഉണ്ടാവുന്നില്ല. കാണിക്കും തരും. ഓക്കെ,
അപ്പൊ മൊത്തത്തിൽ പറയാ വണ്ടി അടിപൊളിയാ? വണ്ടി അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. എനക്കിപ്പോ ഇതുവരെ എടുത്തിട്ട് എനിക്കൊരു നഷ്ടബോധമായിട്ടൊന്നും തോന്നില്ല. ടെക്നിക്ക് പരമായി കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. അത് ചെളി കളിക്കുന്ന ഒരു ഇഷ്യൂ, ടയറിന്റെ ഇഷ്യൂ, അതേ ഇപ്പൊ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ബോഡിന്റെ മറ്റേ വെൽഡിങ് പാർട്സും കാര്യങ്ങളും അല്ലേ എടുത്ത് കാണിക്കുന്ന പറഞ്ഞത്. പിന്നെന്ന് വെച്ചാൽ ഒരു 100 മേലൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് ഫ്രണ്ടിലേക്ക് നമുക്കൊരു കൺട്രോൾ ഇല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ ഒരു പാളുന്ന പോലെ തോന്നും. 100 മേലോട്ട് വലിയ വീലും അല്ലേ, ചെറിയൊരു പാളിച്ച പോലെ. അത് ഓവർ സ്പീഡിൽ മാത്രമേ. ഓവർ സ്പീഡിൽ നോർമൽ എന്ന് വെച്ചാൽ ഒരു 80 to 100 പൊളിയാണ്. വണ്ടി അടിപൊളിയാണ്. 80 to 100 ഒന്നും പറയാനില്ല, രക്ഷയില്ല വണ്ടി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പുതിയൊരു വണ്ടി എടുക്കാം. അതായത് റോയൽ എൻഫീൽഡിന്റെ ഇന്റർസെപ്റ്റർ ആയാലും സ്റ്റാൻഡേർഡ്, ക്ലാസിക്, ഹിമാലയ കുറെ വേരിയന്റ് ഉണ്ട്. ഇതിൽ ഏറ്റവും നല്ല വണ്ടി പറയാനുള്ളത് 650cc കമ്പയർ ചെയ്യാം. നമുക്ക് 400cc നമ്മളെ സ്വപ്നം. ഓക്കെ, ഞാനൊരു സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ഞാനിപ്പോ റോയൽ എൻഫീൽഡ് എടുത്ത എന്റെ വണ്ടി അത് സ്റ്റാൻഡേർഡ് ആയിരുന്നു. സ്റ്റാൻഡേർഡ് നിന്നാണ് ഞാനിപ്പോ ഹിമാലയയിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പൊ പുതിയത് എടുക്കാൻ വരുന്നത് ഈ വണ്ടി അടിപൊളി എടുത്തോന്നാ പറയാനുള്ളത്? ഹിമാലയൻ എടുക്കുന്നതിന് കണ്ണും കൂട്ടി എടുക്കാം. നമ്മുടെ പൈസക്ക് മുതലുണ്ടോ ചോദിച്ചാൽ മുതലുണ്ട്. അടിപൊളി വണ്ടിയാണ്. വണ്ടിക്ക് ആ ഒരു നമുക്കൊരു റൈഡിങ് പൊസിഷനും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. 100% എടുത്ത് 90% കൊടുക്കാം. അതായത് ഞാനിപ്പോ റൈഡ് എടുക്കണമെങ്കിൽ എനിക്ക് അറിയുന്ന ഒരുത്തന്നെ, ഡ്രൈവിംഗ് അറിയുന്ന ഒരുത്തന്നെ ബാക്കിലുണ്ടെങ്കിൽ ഞാൻ അവന് വണ്ടി കൊടുക്കൂലെന്ന് അർത്ഥം. കൊടുക്കൂല, ഞാൻ തന്നെ ഓട്ടിക്കും. അത് നമ്മള് സിംഗിൾ യൂസ് ആണ്, നീറ്റായി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അവനെ ഇപ്പൊ സുഖം വെച്ചോക്കുമ്പോ റൈഡിങ് പൊസിഷനിലാണ് ഭയങ്കര സുഖം. റൈഡിങ് പൊസിഷൻ ഓക്കെ, റൈഡ് ചെയ്തോണ്ടിരിക്കാം. നമുക്ക് മടുപ്പുണ്ടാവില്ല, മടുപ്പില്ല, വണ്ടി അടിപൊളിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ളൂ. ഹിമാലയൻ്റെ യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മാക്സിമം എൻ്റെ ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ.